പോക്സോ കേസിൽ നിന്നും രക്ഷപ്പെടാൻ സുകുമാരക്കുറുപ്പ് മാതൃകയിൽ മുങ്ങിയ പ്രതിയെ വിദഗ്ധമായി പിടികൂടി മലപ്പുറം കാളികാവ് പോലീസ്. ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് മുങ്ങിയ പോക്സോ കേസ് പ്രതി കാളികാവ് സ്വദേശി മുഹമ്മദ് നാഫിയാണ് പോലീസ് ആലപ്പുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. 4 മാസം മുൻപ് ജോലിക്കാണെന്ന് പറഞ്ഞു പോയ നാഫി ബേപ്പൂരിൽ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്താണ് മുങ്ങിയത്. സംഭവം എങ്ങനെയാണെന്ന് അറിയണ്ടേ? മലപ്പുറത്ത് നിന്ന് മുബഷ്ഫി അക്ബർ പറയും. പറയാൻ പോകുന്നത് മലപ്പുറം മാളിയേക്കലിൽ നിന്നും സുകുമാരക്കുറുപ്പ് മാതൃകയിൽ മുങ്ങിയ ഒരു പോക്സോ കേസ് പ്രതിയെക്കുറിച്ചുള്ള കഥയാണ്. മാളിയേക്കൽ സ്വദേശിയായിട്ടുള്ള 24 വയസ്സുകാരൻ മുഹമ്മദ് നാഫിയെ കാണാനില്ലെന്ന് കാണിച്ച് 4 മാസം മുൻപാണ് കുടുംബം കാളികാവ് പോലീസിൽ പരാതി നൽകുന്നത്. യുവാവുമായി ബന്ധപ്പെട്ട 2021 നടന്നൊരു പോക്സോ കേസിന്റെ വിചാരണാ നടപടികൾ പെരിന്തൽമണ്ണ പോക്സോ കോടതിയിൽ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യുവാവിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് ബേപ്പൂർ കടപ്പുറത്തു നിന്നും യുവാവിൻ്റെ ആത്മഹത്യാക്കുറിപ്പും നാഫിയുടെ വസ്ത്രങ്ങളടങ്ങിയ ബാഗും കാളികാവ് പോലീസ് കണ്ടെത്തുന്നുണ്ട്. എന്നാൽ മിക്ക തീരദേശ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഉൾപ്പെടെ വയർലെസ് സന്ദേശം നൽകിയും 8ഓളം അജ്ഞാത മൃതദേഹങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും യുവാവുമായി ബന്ധപ്പെട്ട ഒരു തുമ്പും ആ ഒരു ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചില്ല. തുടർന്ന് പ്രതിയുമായി ബന്ധമുള്ള 30ഓളം ആളുകളെ പോലീസ് മാസങ്ങളോളം നിരീക്ഷിച്ചു. ഇവരിൽ എറണാകുളം, ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളിൽ നിന്നായി പോലീസ് ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തിയതാണ് കേസിൽ ഏറ്റവും വഴിത്തിരിവായി മാറിയത്. ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്നും ദൈർഘ്യങ്ങളുടെ വ്യത്യാസത്തിൽ വന്ന ചില കോളുകളും സന്ദേശങ്ങളും ചുറ്റിപ്പറ്റി പോലീസ് നടത്തിയ അന്വേഷണം എത്തിയത് നാഫിയുടെ ഒരു സുഹൃത്തിലേക്കാണ്. ഈ ഒരു ഫോണിലേക്ക് അയച്ച സന്ദേശം ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്ത് ആലപ്പുഴയിലേക്ക് മുങ്ങിയ നാഫിയാണെന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതി ഒളിവിൽ പോയതിനു ശേഷം ഒറ്റത്തവണ പോലും വീട്ടുകാരുമായോ ബന്ധുക്കളുമായോ മൊബൈൽ ഫോണിൽ സംസാരിച്ചിരുന്നില്ല. മറ്റൊരാളുടെ അഡ്രസ്സിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പ്രതി മൊബൈൽ ഫോണൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നത്. 4 മാസം മുൻപ് താൻ ജോലി ചെയ്യുന്ന എറണാകുളത്തെ ബ്യൂട്ടി സലൂണിലേക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് നാഫി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. പിന്നീട് നേരെ പോയത് കോഴിക്കോട് ബേപ്പൂർ കടപ്പുറത്തേക്കായിരുന്നു. അവിടെ വെച്ചൊരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് വസ്ത്രങ്ങളടങ്ങിയ ബാഗ് അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ആലപ്പുഴയിലേക്ക് യുവാവ് മുങ്ങുകയായിരുന്നു. എന്നാൽ കാളികാവ് പോലീസിന്റെ അതിവിദഗ്ധമായ അന്വേഷണത്തിലൊടുവിലാണ് മാളിയേക്കലിലെ പോക്സോ കേസ് പ്രതി പോലീസിന്റെ വലയിലായത്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.